ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വന്തമായൊരു ജോലി ആഗ്രഹിക്കാത്തവരായി ആരുണ്ട്? സൃഷ്ടിയെ സംബന്ധിച്ച ബൈബിളിലെ വിവരണം അനുസരിച്ച് ദൈവം താൻ സൃഷ്ടിച്ച തോട്ടം നിലനിർത്താൻ മാത്രമല്ല, അതിനെ ഫലസമൃദ്ധമാക്കാനും കൂടിയാണ് പുരുഷനെയും സ്ത്രീയെയും അവിടെയാക്കിയത്. ജോലിക്കായുള്ള ഒരു വിളിയോടുകൂടെയാണ് നാം സൃഷ്ടിക്കപ്പെട്ടത് എന്നത് വ്യക്തമാക്കുന്നു. ആശ്രമ ജീവിതത്തിന്റെ മഹത്തായ പാരമ്പര്യം അനുസരിച്ച് ദൈവ സാന്നിധ്യം അനുഭവിക്കാനായി സന്യാസിമാർ മരുഭൂമി തേടിപ്പോയി. എന്നാൽ പിന്നീട് പ്രാർത്ഥനയെ കായിക അധ്വാനത്തോട് യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രേ ആൻഡ് വർക്ക് അല്ലെങ്കിൽ ഓറ എറ്റ് ലബോറ പരിശീലിച്ചുകൊണ്ട് തന്റെ സന്യാസിമാർ സമൂഹമായി ജീവിക്കണമെന്ന് നോർസിയായിലെ വിശുദ്ധ ബെനഡിക്ട് നിർദ്ദേശിച്ചു. ഈ മാർഗം മനുഷ്യരെ പരിസ്ഥിതിയെ സംബന്ധിച്ച് കൂടുതൽ സംരക്ഷണ ബോധവും ആദരവും ഉള്ളവരാക്കുന്നു. മനുഷ്യരുടെ സമഗ്രമായ വളർച്ചയ്ക്കുള്ള ഒരു പശ്ചാത്തലം തൊഴിലാണ്. അവിടെ ക്രിയാത്മക ഭാവിക്കു വേണ്ടിയുള്ള ആസൂത്രണം, കഴിവുകളുടെ വികസനം, മൂല്യങ്ങളിൽ ജീവിക്കുക, മറ്റുള്ളവരോട് ബന്ധപ്പെടുക, ദൈവത്തിന് മഹത്വം നൽകുക എന്നിങ്ങനെ ജീവിതത്തിന്റെ ധാരാളം വശങ്ങൾ കർമ്മനിരതമാകുന്നു. അതുകൊണ്ട് തന്നെ ദരിദ്രരെ സാമ്പത്തികമായി സഹായിക്കുന്നത് എപ്പോഴും അടിയന്തര ആവശ്യങ്ങളുടെ ഒരു താൽക്കാലിക പരിഹാരമായിരിക്കണം. സ്ഥിരമായ ജോലിയിലൂടെ മാഹാത്മ്യമുള്ള ഒരു ജീവിതം അവർക്ക് നൽകുകയായിരിക്കണം എപ്പോഴും വിശാലമായ ലക്ഷ്യം. ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ പുരോഗതി വർദ്ധിച്ച തോതിൽ മനുഷ്യന്റെ പ്രവർത്തനത്തിന് പകരമായി കൊണ്ടിരിക്കുന്നത് ഹാനികരമായ ഒരു സാമൂഹിക വ്യവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നു. ഉദാഹരണത്തിന്, ജനിതക മാറ്റം വരുത്തിയ ധാന്യങ്ങൾ അവതരിപ്പിച്ചതിനെ തുടർന്ന് ധാരാളം സ്ഥലങ്ങളിൽ കൃഷിഭൂമി ഏതാനും ഉടമകളുടെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. ഭക്ഷ്യധാന്യങ്ങളുടെയും ഇതര ഉൽപ്പന്നങ്ങളുടെയും വിപണി ഒരുപിടി ആളുകൾ മാത്രം നിയന്ത്രിക്കുന്ന ഒരവസ്ഥയാണ് വിവിധ രാജ്യങ്ങളിൽ നാം കാണുന്നത്. മാനുഷിക ക്രിയാത്മകതയെ അടിച്ചമർത്താൻ കഴിയുകയില്ല. എന്നാൽ പലവിധ അപകട സാധ്യതകൾ ഉൾക്കൊള്ളുന്ന ഇത്തരം ശക്തികളുടെ ലക്ഷ്യങ്ങൾ, ഫലങ്ങൾ, ധാർമ്മിക പരിധികൾ എന്നിവയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യ എപ്പോഴും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെയും മനുഷ്യരുടെ സമഗ്ര വികസനത്തെയും പരിപോഷിപ്പിക്കുന്നതാകണം. ഇതിനെതിരായ എല്ലാ സാങ്കേതിക നേട്ടങ്ങളും നന്മയാണോ തിന്മയാണോ നമുക്ക് ഫലം തരുന്നത് എന്ന് ആത്മാർത്ഥമായി വിശകലനം ചെയ്ത ശേഷം മാത്രം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കരുതലുള്ളവരാകാം. വിവേകവും വിവേചന ശക്തിയും ലഭിക്കാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.